സുഹൃത്തുക്കളെ, കുറേ പേരുടെ സംശയമാണ് അവർ ഭക്ഷണത്തിലൂടെ ഫാറ്റൊന്നും എടുക്കുന്നില്ല, എന്നിട്ടും അവരുടെ ശരീരത്തിൽ ഫാറ്റ് വരുന്നു എന്നുള്ളത്. നമ്മുടെ ശരീരത്തിൽ ഫാറ്റ് ഉണ്ടാകുന്നതെന്ന് പറയുന്നത് ഫാറ്റ് കഴിക്കുന്നതുകൊണ്ട് മാത്രമല്ല. നമ്മൾ കഴിക്കുന്ന ഏതൊരു ഭക്ഷണവും ആദ്യം ഗ്ലൂക്കോസ് ആയിട്ടാണ് മാറുന്നത്, അഥവാ ബ്ലഡ് ഷുഗർ എന്ന് പറയും. ഈ ഗ്ലൂക്കോസ് ആണ് നമ്മുടെ ശരീരത്തിന് ഊർജ്ജം നൽകുന്നത്. ഈ ഗ്ലൂക്കോസ് നമ്മുടെ മസിൽസിലും നമ്മുടെ ലിവറിലും സ്റ്റോർ ചെയ്ത് വെക്കുന്നു, നമ്മുടെ ഉപയോഗങ്ങൾക്ക് വേണ്ടിയിട്ട്. നമ്മുടെ മസിൽസിലും നമ്മുടെ ലിവറിലും സേവ് ചെയ്ത് വെച്ചിരിക്കുന്ന ഈ ഊർജ്ജം നമ്മൾ യൂസ് ചെയ്യാതെ പിന്നീട് നമ്മൾ ഭക്ഷണം കഴിക്കുമ്പോൾ ഈ മസിലിൻ്റെയും ലിവറിൻ്റെയും ഈ സ്റ്റോറേജ് ഫുള്ളായിരിക്കുകയാണ്. അപ്പോൾ ഈ എക്സ്ട്രാ വരുന്ന ഈ ഊർജ്ജത്തെ ശരീരം തന്നെ ഫാറ്റായിട്ട് കൺവേർട്ട് ചെയ്യുക ചെയ്യുന്നത്. 1 കിലോ ഫാറ്റ് എന്ന് പറയുമ്പോൾ 7800 കലോറി ഊർജ്ജമാണ്. അപ്പോൾ നമ്മളിങ്ങനെ ഓരോ ദിവസം കുറേശ്ശെ കൂടുതൽ കഴിച്ച് നമ്മൾ എനർജി യൂസ് ചെയ്യാതിരിക്കുമ്പോൾ ഈ കൂടുതലായി വരുന്ന ഊർജ്ജം നമ്മുടെ ശരീരം കുറേശ്ശെ ഒരു 7800 കലോറി ആകുമ്പോഴാണ് നമ്മുടെ ശരീരത്തിൽ 1 കിലോ ഫാറ്റ് രൂപപ്പെടുന്നത്. അപ്പോൾ നമ്മുടെ ശരീരത്തിൽ ഫാറ്റ് കുറയ്ക്കണം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഉപയോഗിക്കുന്ന ഊർജ്ജം കൂടുകയും നമ്മൾ ഉള്ളിലേക്ക് എടുക്കുന്ന ഊർജ്ജം കുറയുകയും ചെയ്യുമ്പോൾ ആദ്യം നമ്മുടെ ശരീരം നമ്മുടെ ലിവറിലും നമ്മുടെ മസിലിലും സേവ് ചെയ്ത് വെച്ചിട്ടുള്ള ഊർജ്ജത്തെ ഉപയോഗിക്കും. പിന്നെ നമ്മൾ ഭക്ഷണം കഴിക്കാതിരിക്കുമ്പോൾ നമ്മുടെ ശരീരം തന്നെ നമ്മുടെ ഫാറ്റിനെ എനർജിയാക്കി നമ്മുടെ ശരീരത്തിലെ ആവശ്യങ്ങൾക്ക് വേണ്ടി ഉപയോഗിക്കും. അപ്പോൾ വ്യായാമം നമ്മൾ ചെയ്തില്ലെങ്കിലും നമ്മൾ ഉപയോഗിക്കുന്ന ഊർജ്ജത്തേക്കാൾ കുറച്ച് നമ്മൾ കഴിച്ചു കഴിഞ്ഞാൽ ഓട്ടോമാറ്റിക്കലി നമ്മുടെ ശരീരത്തിൽ ഫാറ്റ് ഇല്ലാതായി തുടങ്ങും.